ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാള സീസൺ 7 7 ആഴ്ചത്തെ വോട്ടിംഗ് കിട്ടുന്ന ബുധനാഴ്ച രാവിലെയോടെ എത്തി നിൽക്കുകയാണ്. എന്തെങ്കിലും 50 ദിവസം പിന്നിടുന്നവർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും. എന്തൊക്കെയാണ് ഈ ഒരു സമയം വരെ ആരൊക്കെയാണ് വോട്ടിങ്ങിൽ അതിവേഗം മുന്നിട്ട് നിൽക്കുന്നതും ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്നതൊക്കെ കണ്ടുതന്നെറിയാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബുധനാഴ്ച രാവിലെ ഒരു വോട്ടിംഗ് അട്ടിമറി വലിയ രീതിയിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു വോട്ടിംഗ് കുതിപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷാനവാസിക്ക് തന്നെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച ആദ്യ മണിക്കൂറിൽ ബുധനാഴ്ച രാവിലെയോടെ എടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 49,996 വോട്ടോട്ട് 50,000 വോട്ട് ഷാനവാസിക്ക് കടന്നിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് മാറ്റിവരാ നൂറ തുടരുകയാണ്. നൂറയുടെ വോട്ട് 40,000 കടന്നിരിക്കുകയാണ്. 40,637 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റിന്റെ നോമിനേഷനുള്ളവർക്ക് വെല്ലുവിളി ഉയർത്താൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ തൊട്ട് പിറകെ ആതിരയുണ്ട്. എന്തൊക്കെയാണ് നൂറ ആതിര ജോഡികൾക്ക് വളരെയധികം ഒരു ഫാൻ സപ്പോർട്ട് ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഹൗസിനകത്ത് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്ത് വോട്ടിംഗ് സപ്പോർട്ട് കൂടുതൽ ഇരുവർക്കാണ്. 33,716 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആര്യനെയാണ്. റെനെ വിഷയത്തിലേക്ക് ആര്യന് നേരിയ തോതിലുള്ള ഒരു തിരിച്ചടി വന്നിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ആര്യനെ കൈവിട്ടിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വോട്ടിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രി എടുത്തപ്പോൾ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ ആര്യന് സാധിച്ചു. 27,369 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ 5ാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന കണ്ടസ്റ്റന്റ് ലക്ഷ്മിയാണ്. ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒനിയൽ വിഷയത്തിലൊക്കെ. എന്തൊക്കെയാണ് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മിക്ക്. കാരണം ആര്യൻ വിഷയത്തിൽ കാര്യമായിട്ട് പ്രതികരണങ്ങളൊന്നും ലക്ഷ്മി നടത്തിയിട്ടില്ല. അത് വോട്ടിംഗ് നേരിയ തോതിൽ ഉയർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 23,187 വോട്ടുമായിട്ട് 5ാം സ്ഥാനത്ത് നിന്നപ്പോൾ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ബിന്നിയാണ്. ഗീതുവിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ ബിന്നിക്ക് ഇച്ചിരി സപ്പോർട്ട് കുറവാണെന്ന് തോന്നും. 21,760 വോട്ടുകളുമായിട്ടാണ് നിലവിൽ 6ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ്. നിലവിൽ നമുക്ക് 7ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നെവിനെയാണ്. നെവിന് വോട്ടിംഗ് തകർച്ച നേരിയ തോതിലുണ്ടായിരുന്നു. എന്തൊക്കെയുള്ള ഈ ഒരു സീസണിൽ ആദ്യം മുതൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. പക്ഷേ ചില സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. 19,481 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ 8ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ സാബുമാൻ നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടുമായ സാബുമാന് ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെയാണ്. വോട്ടിംഗ് വളരെയധികം പിന്നോട്ടാണ്. 17,635 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ റെന ഫാത്തിമേനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 9ാം സ്ഥാനത്ത് ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റാണ് റെന. 17,108 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി റെന ഡേഞ്ചർ സോണിൽ തുടരുകയാണ്. ഇതൊക്കെയാണ് വോട്ടിംഗ് ഓരോ നിമിഷവും മാറി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ കണ്ടു തന്നെ അറിയണം ഇവർക്ക് വോട്ടിംഗ് വലിയ പുരോഗമനം സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ. ലഭ്യമായിരിക്കുന്ന ഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. എന്തൊക്കെയാണ് ഈ ആഴ്ച വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെ പുറത്തു കൊണ്ടെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പം നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.